പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. സ്നേഹം, ആനന്ദം, ദയയും ക്ഷമയും. ഇപ്പോൾ നമ്മൾ ക്ഷമയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ദൈവം നമ്മോട് ക്ഷമിച്ചു, അതുപോലെ നാമും ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ്. ഈ ക്ഷമ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്ക് ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായ മേഖലകളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. 6, 7, 8 തിരുവചനത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 6 മുതൽ തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ. പൗലോസ്ലീഹ തിമോത്തിയോസ് എന്ന് പറയുന്ന പ്രായം കുറഞ്ഞ ഒരു സുവിശേഷകൻ, ഏറ്റവും പ്രായം കുറഞ്ഞ സുവിശേഷകനാണ് തിമോത്തിയോസ്. ആ തിമോത്തിയോസിനോട് പറയുകയാണ്, ആ തിമോത്തിയോസിൻ്റെ പ്രായമൊക്കെ വളരെ കുറവാണ്. നിൻ്റെ പ്രായക്കുറവ് നിമിത്തം മറ്റുള്ളവർ നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. അപ്പം ഒരു ശുശ്രൂഷകൻ അങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്യണമെന്ന് തുറന്ന് ഉള്ള മേഖലയിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ഒരു മേഖല ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം. അതായത് വിശുദ്ധ പൗലോസ്ലീഹായുടെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ച വ്യക്തിയായിരുന്നു തിമോത്തി. ആ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ തിമോത്തിക്ക് ലഭിച്ച ദൈവിക വരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ച തിമോത്തിയോട് പറയുകയാണ്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണം. ഇന്ന് തിരുസഭയിലെ ഓരോ മക്കളും, വിശ്വാസത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഇതേ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതാണ്. തിമോത്തിയോസിനും പത്രോസിനുമൊക്കെ ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ, ഇന്ന് മാർപ്പാപ്പായ്ക്കും ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സ്വീകരിച്ചവരാണ് സഭാമക്കൾ. ആ സഭാമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൊന്ന് ചിന്തിച്ച് നോക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ക്ഷമ ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ ശുശ്രൂഷ മേഖലയാകാം, എൻ്റെ ജോലി മേഖലയാകാം, എൻ്റെ കുടുംബാന്തരീക്ഷമാകാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മ അന്തരീക്ഷമാകാം, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മേഖലയാകാം, അല്ലെങ്കിൽ ഇടവക തലത്തിലുള്ള ഏതെങ്കിലും വാർഡിലെയോ ഗ്രൂപ്പിലെയോ ഏതെങ്കിലും അവസ്ഥയിലുള്ളതാകാം, വ്യക്തിയാകാം. നാം ഓരോരുത്തരും ആ കൈവെപ്പ് ശുശ്രൂഷയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവ. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദൈവിക വരം ഞാൻ ഉജ്ജ്വലിപ്പിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കണം എന്നിവിടെ ഓർമ്മിപ്പിക്കുക. എന്നിട്ട് പറയണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം പറയണം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. ഭീരുത്വം. ഇന്ന് പലപ്പോഴും പലരും ഭീരുക്കളാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറത്തേക്ക് ഒഴുകണം. ആ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. ഭീരു. ലൂക്കാ 12:8 പറയുന്നുണ്ട്,
മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെയും മാലാഖമാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയാൻ ലജ്ജിക്കുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെയും മാലാഖമാരുടെയും മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ആത്മീയ ലജ്ജ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആത്മീയ ലജ്ജയുണ്ടോ? ആത്മീയമായിട്ട് ഞാൻ വളരേണ്ട വ്യക്തി ആത്മീയമായിട്ട് ഞാൻ തളർന്നുകൊണ്ടിരിക്കുകയാണോ, തകർന്നുകൊണ്ടിരിക്കുകയാണോ? ഇവിടെ പറയുകയാണ്, ആ മേഖല വിജയിക്കണമെങ്കിൽ ഉജ്ജ്വലിപ്പിക്കണം. എന്നിട്ട് പറയാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്. ഒന്ന്, ശക്തിയുടെ ആത്മാവ്. ഇന്ന് പലരോടും ക്ഷമിക്കുവാനായിട്ടുള്ള ശക്തി നമുക്കില്ല. പലരെയും ഉൾക്കൊള്ളുവാനായിട്ടുള്ള ശക്തി നമുക്കില്ല. പലരെയും അംഗീകരിക്കുവാനായിട്ടുള്ള ശക്തി നമുക്കില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കും, അതുമാത്രമേ ഉള്ളൂ. നമുക്കെതിരെ കുതികാല് വെട്ടുകയോ സംസാരിക്കുകയോ അപവാദം പറയുകയോ ചെയ്ത വ്യക്തികളോട് ക്ഷമിക്കുവാനും അവരെ ചേർത്ത് നിർത്തുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് അവരെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുന്നുണ്ടോ? എനിക്ക് ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ആവശ്യം. ആ പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമ ഫലം നമ്മുടെ ഹൃദയത്തിൽ നിന്നും, നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും പ്രവഹിച്ചാൽ മാത്രമേ ഉള്ളൂ. ആ മനസ്സിൽ കുടികൊള്ളുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വേരുകൾ മാറ്റപ്പെട്ടാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് അതിൻ്റെ പൂർണ്ണതയിൽ ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. എത്ര ഉന്നതനായ വ്യക്തിയായിക്കോട്ടെ, ആരുമായിക്കോട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നിറയുക. ആ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുക. അങ്ങനെ ജ്വലിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ജ്വലനത്തിലൂടെ ക്ഷമ എന്ന പുണ്യം നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന് അത് സമൂഹത്തിലേക്ക് ഫലമായി ഒഴുക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചതാണ്. കൈവെപ്പ് ശുശ്രൂഷയുടെ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുവാനും ക്ഷമയെന്ന പുണ്യം മറ്റുള്ളവരിലേക്കൊന്ന് ചൊരിഞ്ഞു കൊടുക്കുവാനും തടസ്സം നിൽക്കുന്ന വെറുപ്പും വിദ്വേഷവുമെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാറ്റി ക്ഷമയാൽ ഞങ്ങളുടെ ഹൃദയത്തെ ഓരോരുത്തരെയും നിറച്ചനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.